പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പച്ചില കറിയാണ് വെക്കുന്നത്. കർക്കിടക മാസത്തിൽ പച്ചിലകൾ ധാരാളം കൂട്ടണമെന്നാണ് പറയപ്പെടുന്നതല്ല, സത്യമാണ്. എല്ലാ മാസവും പച്ചക്കറികളിൽ പച്ചിലകൾ കൂട്ടണം. അതാണ് അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ പച്ചില അതുകൊണ്ട് നമുക്ക് ഇന്ന് ചില കറി എന്താണെന്ന് മനസ്സിലായോ? ഈ മടന്തയില, ഞങ്ങൾ മറ്റും മടന്തയില എന്നാണ് വെളിഞ്ചേമ്പെന്നും പറയും. അതിൻ്റെ ഇത് കറി വയ്ക്കും. ആണ് വെളിച്ചേമ്പ്. ഇതിൻ്റെ ഇലയാണ് കറി വയ്ക്കാൻ ഇതുപോലുള്ള ഇലകളാണ് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഈ ഇതുകൊണ്ടാണ് ഇനി നമ്മൾ കറി തയ്യാറാക്കുന്നത്. ഇതാണ് ഞാൻ ശേഖരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഇലകൾ. ഇതുപോലെ വിടർന്നു പോയതായാലും കുഴപ്പമില്ല. ഇതുപോലെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന ഇലകളാണ് ഏറ്റവും ഉത്തമം. ഈ ഇലകളെല്ലാം ഇതിൻ്റെ ഈ മെയിനായിട്ടുള്ള നാര് കളഞ്ഞ ശേഷം ചെറുതായിട്ട് മുറിച്ചെടുത്ത് മോതിരത്തിൻ്റെ ആകൃതിയിൽ ചുറ്റിയെടുക്കേണ്ടതുണ്ട്. ഇത് ഇനി ഞാൻ ഈ നാര് പോലുള്ളത്, മെയിനായിട്ടുള്ള നാര് പോലുള്ളത് കളഞ്ഞിട്ട് ചെറുതായിട്ട് ചുറ്റിയെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം ബാക്കി കാണിക്കാം. ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഇല കീറി ചെറുതായി ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയും ഈ തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തോരനിലേക്ക് അരിഞ്ഞിടാന് ചെറിയുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞിടണം. അതുപോലെ തന്നെ ചതച്ചെടുക്കാൻ കാന്താരി, വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, തേങ്ങ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് ചതച്ചെടുത്തുകൊണ്ട് വരാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഇലയിലേക്ക് ഉള്ളി അരിഞ്ഞത് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ച അരപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമായ ഉപ്പും കുടംപുളിയാണ് ഇട്ടിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥാനത്ത് പച്ചവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോഴാണ് ഇച്ചിരി ടേസ്റ്റ് കൂടുന്നത്. ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം അടുപ്പത്ത് വയ്ക്കാം. തീ കത്തിച്ച് ഇനിയും അടുപ്പത്ത് വയ്ക്കാം. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തോരന്. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ അകത്ത് പുളി ഇടുന്നത് ഈ ഇല ചൊറിയുന്ന ഇലയാണ്. അത് ചൊറിച്ചിലില്ലാതാക്കാനാണ് ഈ പുളി ഇടുന്നത്. കുടംപുളി ഉള്ളവർ കുടംപുളി തന്നെ ഇടണം. കുടംപുളി കൈവശം ഇല്ലാത്തവർ വാളംപുളിയുടെ കുറച്ചിടാവുന്നതാണ്, കുഴപ്പമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വയ്ക്കും. മടന്തയില തോരൻ എന്തായാലും നോക്കാം. എല്ലാം നന്നായി പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ്
എന്താണെന്നറിയാമോ? കടുക് വറക്കണ്ട. അതിന് പകരം പച്ച വെളിച്ചെണ്ണ, ഇച്ചിരിയേറെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങും. ഇളക്കി അങ്ങനെ മടന്തയില തോരൻ റെഡിയായി. ഔഷധ ഗുണമുള്ള മടന്തയില തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എന്നെ